ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വയർലെസ് നെറ്റ്വർക്കിലുണ്ടാകുന്ന അറ്റാക്സിനെ കുറിച്ചാണ്. അപ്പോൾ വയർലെസ് നെറ്റ്വർക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും വൈഫൈ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. അതിനകത്ത് കുറച്ച് ടേംസിനെ പറ്റി വേണമെങ്കിൽ പറയാം. വയർലെസ് ആക്സസ് പോയിൻറ്റ്. എന്താണ് വയർലെസ് ആക്സസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലിപ്പം മോഡം ഉണ്ടാവും. അപ്പോൾ അത് തന്നെ ആയിരിക്കും വയർലെസ് ആക്സസ് പോയിൻ്റായിട്ട് തന്നെ ആക്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ കോളേജിലാണെന്നുണ്ടെങ്കിൽ കോളേജിൽ വൈഫൈയുടെ എക്സ്റ്റൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, റേഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല സ്ഥലത്തായിട്ട് ഈ പല ആക്സസ് പോയിൻറ്റുകൾ കൊണ്ട് സ്ഥാപിക്കാറുണ്ട്. അപ്പോൾ അതുവഴിയായിട്ടായിരിക്കും നമുക്ക് നെറ്റിലേക്ക് കണക്ഷൻ കിട്ടുന്നത്. പിന്നെ വരുന്നൊരു ടേം എന്ന് പറയുന്നത് SSID. SSID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈഫൈ അല്ലെങ്കിൽ വയർലെസ് ആക്സസ് പോയിൻറ്റിന് കൊടുക്കുന്ന പേരാണ് ഈ SSID എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മൊബൈൽ എടുത്തിട്ട് വൈഫൈ ഓണാക്കി സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വൈഫൈയുടെ പേരുകൾ വരും. അപ്പോൾ ഈ പേരിനെയാണ് നമ്മൾ SSID എന്ന് പറയുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വൈഫൈക്ക് പാസ്വേഡ് കൊടുത്തിടാൻ പറ്റും. അപ്പോൾ അത് പല എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മൾ WEP എന്ന് കണ്ടിട്ടുണ്ടായിരിക്കും, WPA എന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്സും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തൊക്കെ ടൈപ്പ് അറ്റാക്സ് ആണ് വയർലെസ് നെറ്റ്വർക്കുകളിൽ ഉള്ളതെന്ന് നോക്കാം. ഒന്ന് ആക്സസ് കൺട്രോൾ അറ്റാക്ക്, രണ്ടാമത്തെ ഇൻറ്റഗ്രിറ്റി അറ്റാക്ക്, മൂന്നാമത്തേത് കോൺഫിഡൻഷ്യാലിറ്റി അറ്റാക്സ്, നാലാമത്തെ അവൈലബിലിറ്റി അറ്റാക്ക്, അഞ്ചാമത്തത് ഓതൻറ്റിക്കേഷൻ അറ്റാക്സ്. അങ്ങനെ ഈ 5 അറ്റാക്സിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ വയർഡ് നെറ്റ്വർക്കും വയർലെസ് നെറ്റ്വർക്കും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വയർഡ് നെറ്റ്വർക്കിൻ്റെ അത്രയും സെക്യൂരിറ്റി ഇല്ല നമ്മുടെ വയർലെസ് നെറ്റ്വർക്കിലെന്ന് പറയുമ്പോഴത്തേക്കും. കാര്യം എന്ന് പറഞ്ഞാൽ വയർഡ് നെറ്റ്വർക്ക് ആകുമ്പോഴത്തേക്കും സിസ്റ്റം എല്ലാം ഡയറക്റ്റ് അണ്ടർ ദ കൺട്രോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് അയാൾക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. പക്ഷേ വയർലെസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അത് കാരണം തന്നെ വയർലെസ് നെറ്റ്വർക്കിലേക്ക് വരാവുന്ന അറ്റാക്കുകളും വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കതിൽ ആദ്യത്തെ നോക്കാം. ആദ്യത്തെ അറ്റാക്ക് എന്ന് പറയുന്നത് ആക്സസ് കൺട്രോൾ അറ്റാക്ക്. അപ്പോൾ ആക്സസ് കൺട്രോൾ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മളുടെ വൈഫൈ എല്ലാം എങ്ങനെ ആയിരിക്കും, പാസ്വേഡ് കൊടുത്ത് ലോക്ക് ചെയ്തിട്ടിരിക്കുമായിരിക്കും. അപ്പം നമുക്ക് സ്ഥിരമുള്ളൊരു സ്വഭാവമായിരിക്കും നമ്മൾ പോയി ഫോൺ ഓൺ ആക്കിയിട്ടിട്ട് ഇതിനകത്തേക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ആക്സസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് അറ്റാക്കുകളാണ് ഈ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർ ഡ്രൈവിംഗ്. വാർ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അതേ പരിപാടി. ഫോണിൽ വൈഫൈ ഓൺ ആക്കിയിട്ടിട്ട് എപ്പോഴും ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടേ നടക്കും. എവിടെയെങ്കിലും ഒരെണ്ണം നമുക്ക് ഓപ്പണായിട്ട് കിട്ടും. അപ്പം ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വാർ ഡ്രൈവിംഗ് എന്ന് പറയും. അപ്പം നോർമലി നമ്മളുടെ ഉദ്ദേശം ജസ്റ്റ് ഇൻ്റർനെറ്റിൽ കയറുക എന്നുള്ളത് തന്നെ ആയിരിക്കും. പക്ഷേ ഒരു ഹാക്കറിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ടായിരിക്കും അയാൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവമാണ് വാർ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. റോഗ് ആക്സസ് പോയിൻറ്റ്സ് എന്ന് പറയും. റോഗ് ആക്സസ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ കമ്പനി നമുക്ക് കുറേ ആക്സസ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ കവറേജ് കുറവാണെന്ന് കാണുവാണെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ടൊരു ആക്സസ് പോയിൻ്റ് കൊണ്ടുവന്ന് അതിനകത്തേക്ക് അങ്ങ് കണക്ട് ചെയ്യും. സ്വന്തമായിട്ടൊരു ആക്സസ് പോയിൻ്റ് കൊണ്ടുവന്ന് കണക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് കിട്ടും, അതേസമയം തന്നെ കമ്പനിയുടെ സെക്യൂരിറ്റി അത് ബാധിക്കുകയാണ്. കാര്യം ബാക്കിയെല്ലാം നമ്മുടെ കമ്പനിയുടെ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ അതിന് വേണ്ട സെക്യൂരിറ്റി എല്ലാം കൊടുത്തിട്ടായിരിക്കും ബാക്കി എല്ലാ ആക്സസ് പോയിൻറ്റുകളും സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മളപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് കൊടുക്കുന്നതോടുകൂടി എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നൊരാൾക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ആക്സസ് പോയിൻ്റ് വഴി അയാൾക്ക് അറ്റാക്ക് നടത്താനായിട്ട് അവസരം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക് സ്പൂഫിംഗ്. മാക് സ്പൂഫിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ ഡിവൈസസിനും നമുക്കൊരു MAC ID ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വയർലെസ് നെറ്റ്വർക്കിലേക്ക് ഇത്തിരി സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി ഇല്ലെങ്കിൽ നമ്മുടെ കോളേജിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വൈഫൈ ഓപ്പൺ ആക്കി തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷീൻ്റെ ഐഡിയും കൂടെ മേടിച്ച് വെച്ചിട്ട് MAC ഫിൽറ്ററിങ് വഴിയാണ് വൈഫൈ നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ മെഷീൻ്റെ അഡ്രസ്സും അവിടെ കൊടുത്തു കഴിഞ്ഞ് എൻ്റർ ചെയ്താൽ മാത്രമേ നമ്മുടെ സിസ്റ്റത്തിലും എന്ത് പറ്റൂ, ഡേറ്റ കിട്ടത്തുള്ളൂ. അപ്പം MAC സ്പൂഫിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും വാലിഡ് ആയിട്ടുള്ളൊരു MAC അഡ്രസ്സ് സ്പൂഫ് ചെയ്യുന്നു. അതായത് ഒറിജിനലി അതിൻ്റെ MAC ID അതായിരിക്കത്തില്ല, പക്ഷേ ഇതിനകത്തേക്ക് കയറി പറ്റാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, വേറൊരു സ്പൂഫ് ചെയ്യും, വേറൊരു വാലിഡ് ആയിട്ടൊരു MAC ID ഈ അറ്റാക്കറിൻ്റെ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് അയാൾ സ്പൂഫ് ചെയ്തെടുക്കും.
അങ്ങനെ അയാൾക്ക് അവിടെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ആഡ് ഹോക്ക് അസോസിയേഷൻസ്. അപ്പോൾ ഈ കേസിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഓപ്പണായി കിടക്കുന്ന നമ്മുടെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിലേക്ക് ഒരു വയർലെസ് കാർഡ് കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് ആ നെറ്റ്വർക്കിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് ആഡ് ഹോക്ക് അസോസിയേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ആക്സസ് പോയിൻറ്റ് മിസ്കോൺഫിഗറേഷൻ. അപ്പോൾ നമ്മളുടെ ഈ ഒരു വയർലെസ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ആക്സസ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി അറ്റാക്ക് നടത്താനായിട്ട് പറ്റും. അടുത്തത് ക്ലയൻറ്റ് മിസ്അസോസിയേഷൻ. ക്ലയൻറ്റ് മിസ്അസോസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്കൊരു കമ്പനി ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ കാണും. അപ്പം ഇതുകൊണ്ട് നമ്മൾ വേറെ പുറത്ത് എവിടെയെങ്കിലും പബ്ലിക് നെറ്റ്വർക്കിലൊക്കെ പോയി ഇന്ന് ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒരു ആക്സസ് അറ്റാക്കറിന് കിട്ടാനായിട്ട് വഴിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അറ്റാക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. The client may connect or associate with an access point outside the legitimate network either intentionally or accidentally. അപ്പോൾ ഇത് കാരണമാണ് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളുടെ സിസ്റ്റം വഴി നമ്മളുടെ മെയിൻ കമ്പനിയുടെ ഡീറ്റെയിൽസൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്ത അൺഓതറൈസ്ഡ് അസോസിയേഷൻ. It is a major threat to wireless network. Prevention of this kind of attack depends on the method or technique that the attacker uses in order to get associated with the network. Promiscuous client. Promiscuous client എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രീ ആയിട്ട് നെറ്റ് ഓഫർ ചെയ്ത് തരും. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മുടെ കോളേജിൻ്റെ വൈഫൈൻ്റെ പേര് കാണും, കോളേജ് നെയിമും വൈഫൈയുടെ പേരും കാണും. അപ്പം നമ്മൾ അതേ പേരിൽ വേറൊരാൾ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുന്ന ആൾ അതേ പേരിൽ വേറൊരു സിഗ്നൽ തന്നിട്ട് നമുക്കിങ്ങനെ തരുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല ഒറിജിനലാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് അറിയാതെ ജോയിൻ ആവും. അങ്ങനെ നമ്മൾ അറ്റാക്ക് ചെയ്യും. ഇനി അടുത്ത ടൈപ്പ് ഓഫ് അറ്റാക്കാണ് ഇൻറ്റഗ്രിറ്റി അറ്റാക്സ്. ഇൻറ്റഗ്രിറ്റി അറ്റാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഡേറ്റ ഇൻറ്റഗ്രിറ്റിയെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഇതിനകത്ത് അറ്റാക്ക് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലേക്ക് അയക്കുന്ന ഡേറ്റയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്ന പരിപാടിയായിട്ടാണ്. അപ്പോൾ നമ്മളറിയാതെ തന്നെ കുറേ എറർ കൺട്രോൾ മെസ്സേജസും മാനേജ്മെൻറ്റ് മെസ്സേജസും ഒക്കെ വയർലെസ് നെറ്റ്വർക്കിലൂടെ അയക്കാൻ പറ്റും. ഇതുവഴി കൂടുതലും നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഡിനയൽ ഓഫ് സർവീസസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് കയറി ഹാങ് ആവുകയോ നമുക്ക് നെറ്റ് സ്പീഡ് കുറയുകയൊക്കെ ചെയ്യുന്നതാണ് ഈ അറ്റാക്ക് വഴി നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ എക്സാമ്പിൾസാണ്. ഒന്ന് ഡേറ്റ ഫ്രെയിം ഇഞ്ചക്ഷൻ, അതായത് നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് അവർ ഫ്രെയിംസ് ഉണ്ടാക്കി അയക്കുന്നു. പിന്നെ വെബ് ഇഞ്ചക്ഷൻ, WP ഇഞ്ചക്ഷൻ, ഡേറ്റ റീപ്ലേ, ഇനിഷ്യലൈസേഷൻ വെക്റ്റർ റീപ്ലേ അറ്റാക്സ്. ഇപ്പോൾ ഇനിഷ്യലൈസേഷൻ വെക്റ്റർ റീപ്ലേ അറ്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ എൻക്രിപ്റ്റഡ് ആയിട്ട് അയക്കുന്ന ഡേറ്റാസിനെ എല്ലാം ഇവർക്ക് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഓരോരോ അറ്റാക്കുകളാണ്, നിങ്ങൾ നോക്കിയാൽ മതി. അടുത്ത ടൈപ്പ് ഓഫ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യാലിറ്റി അറ്റാക്സ് ആണ്. കോൺഫിഡൻഷ്യാലിറ്റി അറ്റാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് വരുന്നതാണ് ഈസ് ഡ്രോപ്പിംഗ്, ട്രാഫിക് അനാലിസിസ്, ക്രാക്കിംഗ് വെബ് കീ, അതെല്ലാം. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അയക്കുന്ന ഡേറ്റാസ് നമ്മളറിയാതെ മൂന്നാമതൊരാൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന രീതിയാണ് കോൺഫിഡൻഷ്യാലിറ്റി അറ്റാക്സിനകത്ത് വരുന്നത്. ഈവിൽ ട്വിൻ AP, ഈവിൽ ട്വിൻ ആക്സസ് പോയിൻ്റ് എന്നാണ് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമ്മളുടെ സെയിം വൈഫൈ നെയിമുള്ള വേറൊരു വൈഫൈ കൂടെ നമുക്ക് ഇട്ട് തരും. അപ്പോൾ നമ്മളറിയാതെ അതിനകത്ത് കയറി കണക്റ്റ് ആവും. അത് ചിലപ്പോൾ ഒറിജിനൽ ആയിരിക്കത്തില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി അറ്റാക്കാണ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ആക്സസ് പോയിൻറ്റ് തെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ആക്സസ് പോയിൻറ്റിനെ ഡിസ്പ്ലേ ചെയ്യിക്കത്തില്ല, ആ രീതിയിൽ അതിനെ അറ്റാക്ക് ചെയ്ത് കളയും. അടുത്ത ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്, പിന്നെ ബീക്കൺ ഫ്ലഡ്. ബീക്കൺ ഫ്ലഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു വൈഫൈയുടെ പേരുണ്ടെങ്കിൽ ആ പേരിൽ കുറേ വൈഫൈസ് അങ്ങ് ഓപ്പൺ ആക്കിയിടുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒറിജിനൽ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഓത്തൻറ്റിക്കേഷൻ അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് എല്ലാം
എടുത്തു വച്ചിട്ട് അതിനകത്തേക്ക് ആക്സസ് ചെയ്യാൻ, നെറ്റ്വർക്കിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓതൻറ്റിക്കേഷൻ അറ്റാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് വൈഫൈ അറ്റാക്സ് എന്ന് പറയുന്നത്, വയർലെസ് നെറ്റ്വർക്കിലുള്ള അറ്റാക്സ്. ഓക്കെ, അടുത്ത ഒരു അറ്റാക്കാണ് ബഫർ ഓവർഫ്ലോ അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കെല്ലാവർക്കും ബഫർ എന്താണെന്ന് അറിയാം. ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെമ്പററി ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു മെമ്മറി ഏരിയ ആയിരിക്കും ബഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബഫർ ഓവർഫ്ലോ അറ്റാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ കണ്ടീഷൻ when a program attempts to put more data in a buffer than it can hold, or when a program attempts to put data in a memory area past a buffer. അപ്പോൾ നമുക്കൊരു ബഫറുണ്ട്. ആ ബഫറിൽ ഇപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് 100 ഡേറ്റാസ് ആയിരുന്നു സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ അവിടെ 100ൽ കൂടുതൽ ഡേറ്റ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ബഫർ ഓവർഫ്ലോ നടക്കും. ഓക്കെ, നമുക്ക് അതിനകത്ത് 100 ബൈറ്റ്സ് ആയിരുന്നു സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 100 ബൈറ്റ്സിൽ കൂടുതൽ ഡേറ്റ വന്നു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന സിറ്റുവേഷനാണ് ബഫർ ഓവർഫ്ലോ എന്ന് പറയുന്നത്. അപ്പം ഇത്തിരി കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുക. അപ്പോൾ ആ ഗ്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ വെള്ളം നിറയ്ക്കുക എന്ന് വിചാരിക്കുക. അപ്പം വെള്ളം നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഫില്ലായി കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? വെള്ളം പുറത്തേക്ക് പോകും. സെയിം തന്നെ ആയിരിക്കും ബഫേഴ്സിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ബഫേഴ്സ് കാണും. അപ്പോൾ ഈ ബഫർ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യും? തൊട്ടടുത്ത മെമ്മറി സ്പേസിലേക്ക് പോകും. അപ്പോൾ ഇത് നിറയാനുള്ള കാരണം എന്താണ്? നമുക്ക് എവിടം വരെ ഗ്ലാസിൻ്റെ അരി എടുത്താൽ എവിടം വരെ ഈ ഗ്ലാസ് ഫില്ലായെന്ന് എനിക്ക് അറിയത്തില്ല. അത് കാരണം ഞാൻ ഇതിനകത്തോട്ട് വാട്ടർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ പൊസിഷൻ എത്തുമ്പോഴത്തേക്കും അത് പുറത്തു പോകും. സെയിം കണ്ടീഷനാണ് മെമ്മറിയുടെ കേസിലും. എവിടം വരെ മെമ്മറി ഫില്ലായിരിക്കുന്നുണ്ടെന്നുള്ള ഡേറ്റ എൻ്റെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഡേറ്റ കൊടുത്തുകൊണ്ടേയിരിക്കും. ഫൈനലി അത് പുറത്തു പോകും. ഇനി വേറൊരു രീതി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഗ്ലാസ്സിലേക്ക് ഡയറക്റ്റ് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. ഞാൻ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും വെള്ളം പുറത്തേക്കാണ് വീഴുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും ബഫറിൻ്റെ കേസിൽ. കറക്റ്റ് ബഫറിൻ്റെ മെമ്മറി വീഴാതെ പുറത്തേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിലും ബഫർ ഓവർഫ്ലോ നടക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി ബഫർ ഓവർഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനായിട്ടുള്ളത്. അപ്പം in this case a buffer is a sequential section of memory allocated to contain anything from a character string to an array of integers. Writing outside the bounds of a block of allocated memory can corrupt data, crash the program, or cause the execution of malicious code. ഇപ്പോൾ ബഫർ ഓവർഫ്ലോ കാരണം നമുക്ക് സംഭവിക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ കറക്റ്റായി പോവുക, പ്രോഗ്രാം ക്രാഷ് ആവുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാലിഷ്യസ് കോഡ് അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നോർമലി ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ മെയിൻ റൂട്ടീനിൽ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും വെച്ചൊരു ഫംഗ്ഷൻ കോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ എന്ത് ചെയ്യും? അപ്പോഴത്തെ ഉള്ള ഡേറ്റാസ് എല്ലാം കൂടെ നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യുമായിരുന്നു. എവിടെയാണ്? സ്റ്റാക്കിലായിരുന്നു നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാക്ക് ബേസ്ഡ് ബഫർ ഫ്ലോ ഉണ്ട്. സ്റ്റാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? സ്റ്റാക്ക് വിൽ ബി ഗ്രോയിങ് ഡൗൺവേർഡ്സ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ളതായിരുന്നു സ്റ്റാക്കിൻ്റെ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ. സ്റ്റാക്കിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്നാണ് പറഞ്ഞത്? ഇപ്പം നമ്മുടെ കറണ്ട് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ബഫർ ഓവർഫ്ലോ വെച്ചിട്ട് എങ്ങനെ സ്റ്റാക്കിനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫംഗ്ഷൻ പോയി ചെയ്യും. ഫംഗ്ഷൻ ചെയ്തിട്ട് തിരിച്ച് ഈ റിട്ടേൺ വരുന്ന സ്ഥലമുണ്ടല്ലോ, ആ റിട്ടേൺ അഡ്രസ്സ് നമ്മൾ സ്റ്റാക്കിലായിരുന്നു സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റിട്ടേൺ അഡ്രസ്സിനെ അറ്റാക്കറിനെ മാനിപ്പുലേറ്റ് ചെയ്യുക. അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ കൊണ്ടുപോകാൻ പറ്റും. അതാണ് സ്റ്റാക്ക് ബേസ്ഡ് ബഫർ ഓവർഫ്ലോയിൽ നടക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കുള്ളത് ഹീപ്പ് ബേസ്ഡ് ബഫർ ഫ്ലോ ആണ്. അത് നമുക്ക് പറയാം കുറച്ച് കഴിയുമ്പം. അപ്പോൾ ബഫർ ഫ്ലോ ഈസ് പ്രോബബ്ലി ദ ബെസ്റ്റ് നോൺ ഫോം ഓഫ് സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി വൾനറബിലിറ്റി. അതായത് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ് ബഫർ ഓവർഫ്ലോ നടക്കുമെന്നുള്ളത്. പ്രത്യേകിച്ച് സിയിലും C++ലും ഒക്കെ എഴുതുന്ന പ്രോഗ്രാമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും പുതിയതായിട്ട് ഏത് സോഫ്റ്റ്വെയർ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന ബഫർ ഓവർഫ്ലോ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. Part of the problem is due to wide variety of ways buffer overflow can occur, and part is due to the error-prone techniques often used to prevent them.
Exploiting a buffer flow allows an attacker to control or crash the process or to modify its internal variables. It ranks high in common weakness enumeration and SANS top 25 most dangerous software errors. If the excess data is returned to adjacent buffer, it overwrites any data held there. If the original data includes the exploited function's return pointer. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. അതായത് നമ്മളുടെ ബഫർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് അടുത്ത അഡ്ജസൻ്റ് ആയിട്ടുള്ള മെമ്മറി ഏരിയയിലും കൂടെ ഓവർ റൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഓവർ റൈറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളുടെ ഫംഗ്ഷൻ്റെ റിട്ടേൺ വാല്യൂ ഉണ്ടെങ്കിൽ അവിടെയും കയറി ഓവർ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റാക്കറിന് ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ അയാൾക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് ഇതിനകത്ത് വരുന്നത് കഴിഞ്ഞാൽ ഹീപ്പ് ബേസ്ഡ് ബഫർ ഫ്ലോ ആണ്. ഹീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി അലോക്കേഷൻ രണ്ട് തരമാണ്. ഡൈനാമിക് മെമ്മറി അലോക്കേഷനും ഉണ്ട്, സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഉണ്ട്. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻറ്റ് എ എന്നൊക്കെ കൊടുത്ത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും, എ എന്ന് പറയുന്ന വേരിയബിളിന് ഒരു ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാനുള്ള ഡേറ്റ അലോക്കേറ്റ് ചെയ്തങ്ങ് കൊടുക്കും. കമ്പൈൽ ടൈമിൽ തന്നെ ഡേറ്റയ്ക്കുള്ള സൈസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഹീപ്പ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ മിക്ക പ്രോഗ്രാം എഴുതുമ്പോഴും ആ പ്രോഗ്രാം എഴുതുന്നത് മിക്കവാറും ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം മെമ്മറി യൂട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഹീപ്പിനെ നമുക്ക് ഈ ബഫർ ഓവർഫ്ലോ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഹീപ്പ് ബേസ്ഡ് ബഫർ ഫ്ലോ എന്ന് പറയുന്നത്. പിന്നൊരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റിജർ ഓവർഫ്ലോ എന്ന് പറയുന്ന അറ്റാക്കാണ്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഇപ്പം നമ്മുടെ കയ്യിൽ 8 ബിറ്റാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ എക്സാമ്പിളിൽ പറഞ്ഞേക്കുന്നത് 192 എന്ന് പറയുന്നൊരു നമ്പറുണ്ട്. അതിൻ്റെ കൂടെ 64 ഞാൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ 8 ബിറ്റ് വെച്ച് നമുക്ക് മാക്സിമം റെപ്രസെൻറ്റ് ചെയ്യാവുന്ന നമ്പർ എന്ന് പറയുന്നത് 255 ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ 192ൻ്റെ കൂടെ 64 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 255-നെക്കാട്ടിലും മുകളിൽ പോയി 256 ആയി. അപ്പോൾ 256 എന്ന് പറയുന്നത് 8 ബിറ്റിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 9 ബിറ്റ് വേണം. പിന്നുള്ള അറ്റാക്ക് ഫോർമാറ്റ് സ്ട്രിങ് അറ്റാക്സ് ആണ്. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പവർ ഫ്ലോ അറ്റാക്കാണുള്ളത്. സ്റ്റാക്ക് ബേസ്ഡ്, ഹീപ്പ് ബഫർ, ഇൻറ്റിജർ ഓവർഫ്ലോ, ഫോർമാറ്റ് സ്ട്രിങ്സ്, അങ്ങനെയൊക്കെ അറ്റാക്കുണ്ട്. അപ്പം സിയിലും C++ലും പ്രോഗ്രാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അറ്റാക്ക് നടക്കുമെന്ന് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കും C++നും ബഫർ ഓവർഫ്ലോയിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിയ സംവിധാനങ്ങൾ ഇല്ല, ഇൻബിൽഡ് ആയിട്ടില്ല. പ്രത്യേകിച്ച് അതിനകത്ത് നമ്മൾ സ്ട്രിങ് ബേസ്ഡ് ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. ഗെറ്റ്സ്, സ്കാൻഎഫ്, സ്ട്രിങ് കോപ്പി, ഇങ്ങനെയുള്ള ഇതിനൊക്കെ ഈ ബഫർ ഓവർഫ്ലോ അറ്റാക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. സോ അവിടെ നമ്മൾ അതിന് പകരമായിട്ട് പ്രത്യേകം ചെയ്ത് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റിയ ലൈബ്രറീസ് നമ്മൾ യൂസ് ചെയ്യണം. ഡയറക്റ്റായിട്ട് ഗെറ്റ്സും സ്കാൻഎഫും ഒക്കെ യൂട്ടിലൈസ് ചെയ്യാതെ ഇരിക്കാൻ ശ്രമിക്കുക. ഇപ്പം ഇനി നമുക്ക് എങ്ങനെ ഇതിനെ മിനിമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ട്. ഓക്കെ, പിന്നെ ബഫർ ഓവർഫ്ലോ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോഡ് മാനുവലായിട്ട് തന്നെ ചെക്ക് ചെയ്യുക സെക്യൂർ ആണോ അല്ലേ എന്നുള്ളത്. രണ്ടാമത് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്ക് എക്സിക്യൂഷൻ അവോയ്ഡ് ചെയ്യുക, ഡിസേബിൾ സ്റ്റാക്ക് എക്സിക്യൂഷൻ. മൂന്നാമത്തത് നല്ല കമ്പൈലർ ടൂൾസ് യൂസ് ചെയ്യുക, ബഫർ ഓവർഫ്ലോ കണ്ടുപിടിക്കാൻ പറ്റിയ തരത്തിലുള്ള കമ്പൈലർ ടൂൾസ് യൂസ് ചെയ്യുക. അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് വഴി നമുക്ക് ബഫർ ഓവർഫ്ലോ അറ്റാക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് സ്വന്തമായിട്ട് തന്നെ മോണിറ്റർ ചെയ്യുക, സെക്യൂർ കോഡാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. രണ്ടാമത്തത് ഡിസേബിൾ സ്റ്റാക്ക് എക്സിക്യൂഷൻ. മൂന്നാമത്തത് നല്ല കമ്പൈലർ ടൂൾസ് യൂസ് ചെയ്യുക. നാലാമത്തത് ഡൈനാമിക് റൺ ടൈം ചെക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബഫർ ഓവർഫ്ലോയുടെ അറ്റാക്കിൽ നിന്നും ഒഴിവായി കിട്ടാനായിട്ട് പറ്റും. അടുത്ത SQL ഇഞ്ചക്ഷനാണ്. ഓക്കെ, SQL എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അപ്പം
റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അതായത് നമ്മുടെ യൂസർ നെയിം പാസ്വേഡും അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, നമ്മുടെ പാസ്വേഡ് ആ കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഡേറ്റാബേസ് എന്ന് പറയും. അപ്പോൾ ആ ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് ഈ പറയുന്ന സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചുറ്റുമുള്ള ഒരുവിധപ്പെട്ട എല്ലാ വെബ്സൈറ്റ്സിലും ഇതുപോലെ ഡേറ്റാബേസ് കാണും. എല്ലാ വെബ് ആപ്ലിക്കേഷനും ഡേറ്റാബേസ് കാണും. അപ്പോൾ ഈ ഡേറ്റാബേസിലേക്ക് ഡയറക്റ്റ് ഒരു അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ SQL ഇഞ്ചക്ഷൻ അറ്റാക്ക് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. SQL injection is an attack technique that exploits a security vulnerability occurring in the database layer of an application. Hackers use injections to obtain unauthorized access to the underlying data structure and DBMS. It is one of the most common web application vulnerabilities. A database is the heart of many web applications and is used to store information needed by the application, such as credit card information, customer demographics, customer order, client preferences, etc. അപ്പോൾ SQL ഇഞ്ചക്ഷൻ വഴി നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഡേറ്റാബേസിലേക്ക് ഒരു അറ്റാക്ക് നടത്താൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇഞ്ചക്ഷൻ അറ്റാക്സിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്നാമത്തെ ക്ലാസിക് അറ്റാക്ക്, രണ്ടാമത്തെ ഇൻഫറൻസ് അറ്റാക്ക്, മൂന്നാമത്തെ DBMS സ്പെസിഫിക് അറ്റാക്ക്. ക്ലാസിക് അറ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ബേസിക് ആയിട്ടുള്ളൊരു SQL സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വെയർ, യൂണിയൻ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ് ക്ലാസിക് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇൻഫറൻസ് അറ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും എടുക്കുന്ന സൈറ്റുകളുണ്ടല്ലോ, അപ്പോൾ ആ സൈറ്റിൻ്റെ നമ്മൾ ട്രൂ ഓർ ഫോൾസ് കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് ഇൻഫറൻസ് അറ്റാക്കിൽ ചെയ്യുന്നത്. അപ്പോൾ ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറയും, ഫാൾസ് ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറയും. അങ്ങനത്തെ ഒരു അറ്റാക്കാണ് ഇൻഫറൻസ് അറ്റാക്ക് എന്ന് പറയുന്നത്. പിന്നെ DBMS സ്പെസിഫിക് അറ്റാക്ക് ഉണ്ട്. അതായത് മൊത്തത്തിൽ ആ DBMSനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു പരിപാടിയാണ് DBMS സ്പെസിഫിക് അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്കത് എന്താണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഗർ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ, ഇത് നമ്മുടെ ഒരു വെബ്സൈറ്റിലൊരു ഫോം കളക്ട് ചെയ്യുന്നൊരു സ്ഥലം കാണും. ഇപ്പോൾ യൂസർ നെയിം പാസ്വേഡ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ ക്ലാസിക് മാനിപ്പുലേഷൻ അറ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ യൂണിയൻ സെലക്ട് യൂസർ നെയിം പാസ്വേഡ് ഫ്രം യൂസേഴ്സ്, അതായത് ഇങ്ങനെ യൂണിയൻ ഓപ്പറേഷൻ വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡേറ്റാബേസിൽ നിന്ന് എല്ലാവരുടെ യൂസർ നെയിമും പാസ്വേഡും ഇറങ്ങിയ ഡേറ്റ ഹാക്കറിന് കിട്ടുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇനി പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നോക്കുക, ഇൻഫറൻസ് അറ്റാക്ക് വരുന്നത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നമ്മുടെ സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. അപ്പം വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്തൊരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ബൈപ്പാസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ SQL അറ്റാക്ക് വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളെല്ലാം ബ്ലാക്കിലും 2 കാര്യങ്ങൾ മാത്രമേ റെഡിലും കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന സംഭവമാണ് ഈ റെഡിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇൻബിൽട്ടായിട്ട് വരുന്നതാണ്. അതിനകത്ത് നമുക്കതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം സെലക്ട് ഫ്രം യൂസേഴ്സ് വെയർ യൂസർ നെയിം ഈക്വൽ ടു, ഇവിടെ നമ്മൾ ആ കോളത്തിനകത്ത് എന്താണോ എൻ്റർ ചെയ്യുന്നത്, ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് യൂസർ നെയിം എന്നും പറഞ്ഞ് നടക്കില്ല, അവിടെ നമ്മൾ എന്താണോ എൻ്റർ ചെയ്യുന്നത് അതായിരിക്കും ഈ വരുന്നത്. അതുപോലെ പാസ്വേഡ്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഡയറക്റ്റ് ഒരു ഡേറ്റ കൊടുക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് ഓർ 1 = 1 - ഇങ്ങനൊരു വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ബൈപ്പാസ് ചെയ്ത് കയറാനായിട്ട് പറ്റും. വീക്ക് വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, വീക്ക് സെക്യൂരിറ്റി ഉള്ളൊരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് SQL ഇഞ്ചക്ഷൻ വഴി കയറാൻ പറ്റും. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഇങ്ങനെ ആയിരിക്കും. ഓർ 1 = 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഓൾവേസ് റിട്ടേൺ എ ട്രൂ വാല്യൂ. ഓർ 1 = 1 വിൽ ഓൾവേസ് റിട്ടേൺ എ ട്രൂ വാല്യൂ. അപ്പോൾ ഹാർഡ് കോർ ചെയ്ത് കൊടുത്തേക്കുന്നത് ജനറലി ആ പ്രോഗ്രാമിൽ കിടക്കുന്ന യൂസർ നെയിം ഈക്വൽ ടു 2 കൊട്ടേഷൻ മാർക്കായിരുന്നു ഉള്ളത്. അപ്പോൾ ഒരു കൊട്ടേഷൻ മാർക്ക് ആൾറെഡി നമ്മുടെ പ്രോഗ്രാമിലുണ്ട്. നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത് ഒരു കൊട്ടേഷൻ കൂടെ കൊടുക്കും. അപ്പോൾ 2 കൊട്ടേഷൻ വരുമ്പോഴത്തേക്ക് അതവിടെ എൻഡ് ചെയ്യും. ഇനി ഓർ 1 = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ എന്നാണ് അർത്ഥം. ഇനി 2 ഹൈഫൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം വരുന്ന ഒരു കമാൻഡും അവർ റീഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ
ചെയ്തിരിക്കുന്ന SQL ഇഞ്ചക്ഷൻ അറ്റാക്ക്. എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി നമ്മുടെ വെബ്സൈറ്റിലേക്ക് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്, അത് നേരെ അതിൻ്റെ ഡേറ്റാബേസിൽ പോയിട്ട് ഈ പറയുന്ന യൂസർ നെയിം അവിടെ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെന്നുണ്ടെങ്കിൽ പാസ്വേഡ് കറക്റ്റാണോ നോക്കും. ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. അതാണ് നോർമൽ പ്രൊസീജിയർ. അപ്പോൾ അങ്ങനെ ചെയ്തേക്കുന്നതിനകത്തുള്ള ലാംഗ്വേജ് ഇങ്ങനെ ആയിരിക്കും അവിടെ കിടക്കുന്നത്. സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് വെയർ യൂസർ നെയിം ഈക്വൽ ടു, ഇത് റെഡിൽ കാണിച്ചേക്കുന്നതായിരിക്കും നമ്മൾ ഡേറ്റ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ കൊടുക്കുന്ന ഡേറ്റ നമ്മൾ മാറ്റിയിട്ട് ഈ ഒരു ഫോമാറ്റിൽ കൊടുക്കുക. ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് ഓർ ഒരു കൊട്ടേഷൻ മാർക്ക് ഇട്ടിട്ട് ഓർ 1 = 1 എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബൈപ്പാസ് ചെയ്ത് അതിനകത്തേക്ക് കയറാൻ പറ്റും. ഓക്കെ, ഇതൊരു ടൈപ്പിലുള്ള SQL ഇഞ്ചക്ഷൻ അറ്റാക്കാണ്. ഇനി ചില സൈറ്റുകളിൽ ഗെറ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ പാസ്വേഡും കാര്യങ്ങളും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സൈറ്റുകളിൽ നമുക്ക് അറ്റാക്ക് നടത്താനായിട്ട് പറ്റും. അതായത് നമ്മൾ ലോഗിൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ വെബ്സൈറ്റിൽ വരുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, യൂസർ നെയിം ഈക്വൽ ടു പാസ്വേഡ് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കയറാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇഞ്ചക്ഷൻ അറ്റാക്ക് എന്ന്, SQL ഇഞ്ചക്ഷൻ അറ്റാക്സ് എന്ന് പറയുന്നത്. പിന്നെ ദ റിസ്ക് ഓഫ് SQL ഇഞ്ചക്ഷൻ എക്സ്പ്ലോയിറ്റ്സ് ഈസ് ഓൺ ദ റൈസ് ബിക്കോസ് ഓഫ് ഓട്ടോമേറ്റഡ് ടൂൾസ്. ഇപ്പോൾ പണ്ട് കാലങ്ങളിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മാനുവലായിട്ട് ഈ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണമായിരുന്നു. പക്ഷേ ഇപ്പം നെറ്റിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഈ SQL ഇഞ്ചക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒരുപാട് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നോളജൊന്നും ഇല്ലാത്ത ഒരാൾക്ക് വേണമെങ്കിലും ഏതൊരു വെബ്സൈറ്റിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. കാര്യം SQL ഇഞ്ചക്ഷൻ പ്രോഗ്രാംസ് ഒരുപാട് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പം നമ്മുടെ വെബ്സൈറ്റിൻ്റെ വൾനറബിലിറ്റീസ് കാരണമാണ് വെബ്സൈറ്റിൻ്റെ ഡേറ്റാബേസിലേക്ക് ഇങ്ങനെ കോഡ് എഴുതിയിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം വെബ് ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ SQL ഇഞ്ചക്ഷൻ അറ്റാക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സും കൂടി ഫോളോ ചെയ്യേണ്ടി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്താലും വർക്കൗട്ട് ആവത്തില്ല. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ നെയിമിലും പാസ്വേഡിലും നമ്മൾ ഈ പറഞ്ഞ കണക്ക് സ്ട്രിങ്സ് വരുന്നുണ്ട്. അപ്പോൾ സ്ട്രിങ്സിനെ ഒന്നും ഇത് ഐഡൻറ്റിഫൈ ചെയ്യാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം വരുന്ന ഇൻപുട്ടിനെല്ലാം സാനിറ്റൈസ് ചെയ്തെടുക്കുക. അതായത് സ്ട്രിങ്സും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഒക്കെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു SQL കമാൻഡായിട്ട് മാറുന്ന രീതിയിൽ എടുക്കാതെ അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുക. ഇൻ കേസ് ഇപ്പോൾ നമ്മളൊരു സിംഗിൾ കോട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതിനെ ഡബിൾ കോട്ടായിട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അത് ഇൻപുട്ട് വാലിഡേഷൻ എന്ന് പറയും. രണ്ടാമത്തേന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഒരു ഗെറ്റ് എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഞാൻ കാണിച്ചല്ലോ. ഗെറ്റ് ഫീച്ചേഴ്സ് ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും കാണിക്കും. അവിടെ ഉണ്ടായ എറർ എന്തുവാണെന്നും അവർ പറഞ്ഞു തരും. അപ്പോൾ എറർ അതുപോലെ ഒരു അറ്റാക്കറിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ആ എററിനെ കറക്റ്റ് ചെയ്ത് കയറാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാകും. അപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ റിപ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഒരു മോഡിഫൈഡ് എറർ റിപ്പോർട്ടായിരിക്കണം അറ്റാക്കറിൻ്റെ സൈഡിലോട്ട് വരുന്നത്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധമുള്ള SQL ഇഞ്ചക്ഷൻ അറ്റാക്കൊക്കെ അവോയ്ഡ് ചെയ്യാം. ഒന്ന് ഇൻപുട്ട് വാലിഡേഷൻ, രണ്ടാമത്തത് മോഡിഫിക്കേഷൻ ഓഫ് എറർ റിപ്പോർട്ട്സ്. അപ്പോൾ ഇത്രയാണ് SQL ഇഞ്ചക്ഷൻ അറ്റാക്സിനെ പറ്റി പറയാനായിട്ടുള്ളത്.